ഇൻവിസിബിൾ ലിവിംഗ് വേൾഡ് ബിയോണ്ട് അവർ നേക്കഡ് ഐ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ചാപ്റ്ററിലെ 3 ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആരും വീഡിയോ മിസ് ചെയ്യരുത്. എക്സാമിനേഷന് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകുന്നതായിരിക്കും. സോ മൂവിംഗ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എല്ലാവരും ഫിഗർ ഒന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? വേരിയസ് പാർട്ട് ഓഫ് ദ സെൽ ആർ ഗിവൺ ബിലോ, റൈറ്റ് ദം ഇൻ അപ്രോപ്രിയേറ്റ് പ്ലേസസ് ഇൻ ദി ഫോളോവിംഗ് ഡയഗ്രാം എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമുക്കവിടെ നോക്കിക്കഴിഞ്ഞാൽ അനിമൽ സെൽ, പ്ലാന്റ് സെൽ, ബാക്ടീരിയൽ സെൽ, അവരുടെ കോമൺ ആയിട്ടുള്ള റീജൻസ് കൊടുത്തിട്ടുണ്ട്. അവരിൽ മാത്രമായിട്ട് കാണപ്പെടുന്ന എന്തെന്ന് എഴുതാനും അവിടെ നമുക്ക് റീജൻ തന്നിട്ടുണ്ട്. സോ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, ക്ലോറോപ്ലാസ്റ്റ്, സെൽ വാൾ, സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയോയിഡ്, സെൻട്രിയോൾ എന്നീ ഭാഗങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന സെൽ ഓർഗനൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ സൈറ്റോപ്ലാസം, അതുപോലെ തന്നെ സെൽ മെംബ്രെയിൻ, ഈ കാര്യങ്ങൾ 3 സെല്ലിലും ഒരുപോലെ കാണുന്നതാണ്. ഇപ്പോൾ ബാക്ടീരിയൽ സെൽ ആയിക്കോട്ടെ, പ്ലാന്റ് സെൽ ആയിക്കോട്ടെ, അനിമൽ സെൽ ആയിക്കോട്ടെ, 3ലും ഒരുപോലെ കാണുന്നതല്ലേ. അപ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്യാം? സെൻട്രൽ റീജിയനിൽ, കോമൺ ആയിട്ടുള്ള റീജിയനിൽ നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ആനിമൽ സെല്ലിൽ മാത്രമായി കാണുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓൺലി ഇൻ അനിമൽ സെൽ അതെന്തായിരിക്കും? അത് സെൻട്രിയോൾ ആണ്. സെൽ ഡിവിഷനൊക്കെ നിയന്ത്രിക്കുന്ന, കൺട്രോൾ ചെയ്യുന്ന ഭാഗം സെൻട്രിയോൾ ആണ് അവിടെ വരേണ്ടത്. ഇനി പ്ലാന്റ് സെല്ലിൽ മാത്രമായി കാണപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സെൽ ഓർഗനിൽ ക്ലോറോപ്ലാസ്റ്റ് ആണ് പ്ലാന്റ് സെല്ലിൽ മാത്രമായി കാണപ്പെടുന്നത്. എന്നാൽ ബാക്ടീരിയൽ സെല്ലിൽ മാത്രമായി കാണപ്പെടുന്നത് ന്യൂക്ലിയോയിഡ് ആണ്. നമുക്കറിയാം ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു പ്രൊക്കാരിയോട്ടിക് സെല്ലാണ്. വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല, ജനറ്റിക് മെറ്റീരിയൽ നേക്കഡ് ആണ്. സോ അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ന്യൂക്ലിയോയിഡ് എന്നാണ്. സോ ഇത്രയുമാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇതിൽ തന്നെ പറയാനാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു ക്ലോറോപ്ലാസ്റ്റ് പ്ലാന്റ് സെല്ലിൽ മാത്രമാണെന്ന് പറഞ്ഞു. സെൽവാൾ ഇവിടെ ബാക്ടീരിയൽ സെല്ലിനും ഉണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ് സെല്ലിനും ഉണ്ട് എന്നൊരു കാര്യം ഓർത്തു വെക്കുക. ബാക്ടീരിയൽ സെല്ലിന് തീർച്ചയായിട്ടും സെൽവാൾ ഉണ്ട് എന്നൊരിക്കലും മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എല്ലാവരും ഈ ഫിഗർ എല്ലാവരും ഒന്ന് നോക്കുക. സോ ഇവിടെ ഒരു ആനന്ദി എന്ന് പറയുന്ന ഒരു കുട്ടി 2 ടെസ്റ്റ് ട്യൂബ് എടുത്ത് A, B എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷി പുട്ട് 2 സ്പൂൺഫുൾ ഓഫ് ഷുഗർ സൊല്യൂഷൻ ഇൻ ഈച്ച് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. 2 ടെസ്റ്റ് ട്യൂബിലും ഷുഗർ സൊല്യൂഷൻ ഒഴിച്ചിട്ടുണ്ട്. ഇൻ ടെസ്റ്റ് ട്യൂബ് ബി എന്ന ടെസ്റ്റ് ട്യൂബിൽ മാത്രം ഷി ആഡഡ് എ സ്പൂൺഫുൾ ഓഫ് ഈസ്റ്റിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക, ബിയിൽ മാത്രമാണ് ഈസ്റ്റിനെ ആഡ് ചെയ്തത്. Then she attached 2 incompletely inflated balloons. 2 ഊതി വീർപ്പിക്കാത്ത ബലൂണുകൾ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ 2 മൗത്തിലും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇത് വാം പ്ലേസിൽ വെച്ച് സൺലൈറ്റ് ഒന്ന് മാറ്റി വാം പ്ലേസിൽ വെച്ചിരിക്കുകയാണ്. അതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 3 മുതൽ 4 ദിവസത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്നാണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും ബി എന്ന് പറയുന്ന ടെസ്റ്റ് ട്യൂബിൽ അദ്ദേഹം ആ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഷുഗർ സൊല്യൂഷൻ്റെ കൂട്ടത്തിൽ ഈസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് ഈസ്റ്റ് ആ ഷുഗറിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. അവിടെ അനൈറോബിക് റെസ്പിറേഷൻ നടക്കുന്നു. സോ ആ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ബിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ബിയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആ ഒരു ബലൂണിലേക്ക് വരികയും ആ ബലൂൺ എന്ത് ചെയ്യുന്നുണ്ട്? വീർത്ത് വരികയും ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി അതേ കുട്ടി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. അതിൽ ലൈം വാട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ ബി എന്ന് പറയുന്ന ബലൂണ് വീർത്തിട്ടുണ്ടല്ലോ, ടെസ്റ്റ് ട്യൂബിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബലൂൺ വീർത്തിട്ടുണ്ട്. ആ ബലൂണ് ഈ പറഞ്ഞിരിക്കുന്ന ലൈം വാട്ടറിലേക്ക് ആ ഗ്യാസ് പോവാതെ തന്നെ എന്ത് ചെയ്യുന്നു? അതിലേക്ക് ആ ലൈം വാട്ടർ കണ്ടെയ്നിങ് ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? മക്കളൊരു കാര്യം മനസ്സിലാക്കണം. ലൈം വാട്ടറിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുകയാണെങ്കിൽ ലൈം വാട്ടർ ആക്ച്വലി ഇത് ക്ലിയർ ആയിട്ടുള്ളൊരു വാട്ടറാണ്. അപ്പോൾ അതിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? അത് മിൽക്കി ആയിട്ട് മാറും. സോ ഇവിടെ ആ ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ഈ ബലൂൺ നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാസ് അതിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? മിൽക്കി ആയിട്ട് മാറും. അതിലൂടെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഈ അനൈറോബിക് റെസ്പിറേഷനിലൂടെ ഈസ്റ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. ഈ ഒരു ഫിഗർ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. അവിടെ ഒരു കോണിക്കൽ ഫ്ലാസ്ക് ആണ് കാണിച്ചിരിക്കുന്നത്. കോണിക്കൽ ഫ്ലാസ്കിൽ വാം ഷുഗർ സൊല്യൂഷൻ അതിലേക്ക് ഈസ്റ്റിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബി എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണുന്നത് ഒരു ടെസ്റ്റ് ട്യൂബാണ്. ആ ടെസ്റ്റ് ട്യൂബിൽ എന്തുണ്ട്? ലൈം വാട്ടർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ലൈം വാട്ടറാണ് അതിന് ഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഈസ്റ്റ് എന്ത് ചെയ്യും? ഷുഗറിനെ ഫീഡ് ചെയ്ത് അല്ലെങ്കിൽ ഷുഗറിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനൈറോബിക് റെസ്പിറേഷൻ നടന്ന് അവിടെ കാർബൺ ഡൈ ഓക്സൈഡും ഈഥൈൽ ആൽക്കഹോളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് മുകളിൽ കാണുന്ന ഗ്ലാസ് റോഡിലൂടെ പോയി ബി എന്ന് പറയുന്ന ആ ടെസ്റ്റ് ട്യൂബ് കണ്ടെയ്നിങ് ലൈം വാട്ടറിലേക്ക് പോവുകയാണ്. അപ്പോൾ ലൈം വാട്ടർ എന്താവും? കളർലെസ് ആണ്. അതെന്തായിട്ട് മാറും? മിൽക്കി ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലാക്കണം? അനൈറോബിക് റെസ്പിറേഷൻ്റെ ടൈമിൽ ഈസ്റ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇതേപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ മക്കൾക്കും എല്ലാ വിജയവും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.